പകർച്ചവ്യാധി വ്യാപനത്തിൽ കേരളം വിറയ്ക്കുകയാണ്. പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ നേടിയത് 13,000-ലേറെ പേരാണ്. ഷിഗല്ല, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലേറിയ ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചിട്ടുണ്ട്. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർമാരുടെയും ഡിഎംഒമാരുടെയും യോഗം ചേർന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിയെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തുറന്നു സമ്മതിച്ചിരുന്നു. മാറ്റമൊന്നുമില്ല. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം കഴിഞ്ഞ ഒരാഴ്ചയായി 12,000-നും 13,000-നും മുകളിലാണ്. പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ തേടിയത് 13,196 പേർ. മലപ്പുറത്താണ് പനി വ്യാപനം കൂടുതൽ. പ്രതിദിന ഡെങ്കിപ്പനി, ഷിഗല്ല, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലേറിയ ബാധിതരുടെ എണ്ണവും ഉയർന്നു തന്നെ. ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത് 8 പേർക്ക്, 52 പേർക്ക് ഡെങ്കിപ്പനി, 85 പേർക്ക് ചിക്കൻ പോക്സ്, 11 പേർക്ക് എലിപ്പനി, മലേറിയ 5 പേർക്കും ഇന്നലെ സ്ഥിരീകരിച്ചു. കോഴിക്കോട് വളയത്ത് ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഇന്ന് മലേറിയ സ്ഥിരീകരിച്ചു. 22 പേർക്ക് മഞ്ഞപ്പിത്തവും 2 പേർക്ക് ടൈഫോയിഡും ഒരാൾക്ക് അമീബിക് മസ്തിഷ്കജ്വരവും ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു മഞ്ഞപ്പിത്ത മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. പാലക്കാട് കരിമ്പുഴ സ്വദേശി ജിജോ മോഹൻ ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചു. പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പാലക്കാട് ജില്ലയിൽ 5 പേരാണ് ഇതുവരെ ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചത്. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നതിനായി ജില്ലാ കളക്ടർമാരുടെയും ഡിഎംഒമാരുടെയും ഓൺലൈൻ യോഗം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിളിച്ചു ചേർത്തു. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാനാണ് തീരുമാനം. ഈ മാസം ഇതുവരെ 79 പേർക്ക് ഷിഗല്ലയും, 924 പേർക്ക് ഡെങ്കിപ്പനിയും, 41 പേർക്ക് മലേറിയയും, 1343 പേർക്ക് ചിക്കൻ പോക്സും, 363 പേർക്ക് മഞ്ഞപ്പിത്തവും, 130 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.